ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് സുമേഷ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മസാജിങ് പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അച്ഛന് ഇഷ്ടമല്ലാത്ത ജോലിയായിരുന്നു അത്. അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട, മറ്റു വല്ലതും നോക്കാൻ. പക്ഷേ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. എനിക്ക് സപ്പോർട്ട് അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ദിവസത്തെ നിരാഹാരവും വഴക്കുമൊക്കെയായി അവസാനം അച്ഛൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ 2 വർഷം മസാജിങ് പഠനം പൂർത്തിയായി. ബാംഗ്ലൂരിൽ ജോലിയും ശരിയായി. നാളെ രാവിലത്തെ ട്രെയിനിന് പോകണം. തുണിയും കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളും എല്ലാം ബാഗിൽ അടുക്കി വെച്ച് നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. രാവിലെ അമ്മയുടെ വിളികെട്ടാണ് ഉണർന്നത്. സുമേഷേ, നിനക്ക് പോകണ്ടേ? ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു. മൊബൈലിൽ സമയം നോക്കി. ഓ, സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. വേഗം കുളിച്ച് ഫ്രഷായി വന്ന് ഡ്രസ്സ് മാറി. 10 മണിക്കാണ് ട്രെയിൻ. നീ ബാംഗ്ലൂരിൽ ഫ്രണ്ടിന്റെ കൂടെയാണോ താമസിക്കുന്നത്? അമ്മ ചോദിച്ചു. അതെ അമ്മേ. സൂക്ഷിച്ചൊക്കെ നിൽക്കണേ മോനെ. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. അവിടെ ഭയങ്കര സിറ്റി ഒക്കെയാ. അമ്മ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. ശരിയമ്മേ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ താമസിക്കുന്നിടത്ത് തന്നെയാണ് ജോലി സ്ഥലവും, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി. ഫ്രണ്ടിന്റെ കൂടെയാണ് താമസമെന്ന് പറഞ്ഞത് കള്ളമാണ്. താമസിക്കാൻ പോകുന്നത് എൻ്റെ ഏട്ടത്തിയുടെ കൂടെയായിരുന്നു. അത് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. കാരണം സുജയേട്ടത്തിയും ഏട്ടനും ലീഗലി ഡൈവോഴ്സായിട്ട് 1 കൊല്ലം ആകുന്നതേ ഉള്ളൂ. രണ്ടുപേരും എന്നും കുന്നും വഴക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ് 5-6 കൊല്ലമായി അവർക്ക് കുട്ടികളില്ല. അതിനെപ്പറ്റിയാണ് എന്നും വഴക്ക്. ഏട്ടത്തി അങ്ങനെ പിണങ്ങി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തു. ഇതെല്ലാം ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏട്ടത്തി എന്നോട് പറഞ്ഞ ആ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ അത് മുഖവിലക്കെടുത്തില്ല. കൂടാതെ ഏട്ടന് മറ്റൊരു കാശുകാരി പെണ്ണിനെ നേരത്തെ നോക്കിയതാണ്. അത് ജാതകം ശരിയല്ലാത്തത് കൊണ്ട് വിവാഹം നടന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ആലോചന വന്നത്. അങ്ങനാണ് ഈ ഏട്ടത്തിയെ ഏട്ടൻ വിവാഹം കഴിക്കുന്നത്. മുമ്പേ പറഞ്ഞ പെണ്ണുമായി ഏട്ടന് ബന്ധമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു കാര്യം. ഡൈവോഴ്സ് ആയതിനു ശേഷം ഏട്ടൻ മറ്റേ സ്ത്രീയെ കെട്ടി ലണ്ടനിലേക്ക് പോയി. ഏട്ടത്തിക്കും ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായി അവിടെയായിരുന്നു താമസം. വീട്ടിലായിരുന്നപ്പോൾ ഞാനാണ് ഏട്ടത്തിയോട് സ്നേഹമായി പെരുമാറിയിട്ടുള്ളത്. ആ ഒരു ഇഷ്ടം എന്നോട് എപ്പോഴും അവർക്കുണ്ട്. അതാണ് ഞാനും ഏട്ടത്തിയുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉള്ളത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയ കാര്യം ഏട്ടത്തിയോട് പറഞ്ഞു. അവർ തന്നെയാണ് എന്നോട് വന്ന് അവിടെ നിന്നോളാൻ പറഞ്ഞത്. ഏട്ടത്തി വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലാണ് താമസം. അഡ്രസ്സ് തന്ന പ്രകാരം ഞാൻ ഏട്ടത്തിയുടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ സമയം രാത്രി ഒരു 9 മണിയായിരുന്നു. ആ സുമേഷോ, നീ നേരത്തെ എത്തിയോ? ആ, നേരത്തെ ഞാനിഞ്ഞ് പോന്നു ഏട്ടത്തി. പിന്നെ ഏട്ടത്തിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എത്ര നാളായിടാ കണ്ടിട്ട്? ഏട്ടത്തി ചോദിച്ചു. വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ നീ ഇത്ര വലുതായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അവരെന്നെ നോക്കി പറഞ്ഞു. അപ്പോഴും എന്റെ ഇടുപ്പിൽ കൂടി കൈയിട്ട് ചുറ്റിപ്പിടിച്ചിരുന്നു ഏട്ടത്തി. ഏട്ടത്തി, എനിക്ക് വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഓ വാടാ. ഏട്ടത്തി എന്റെ ബാഗ് വാങ്ങി വെച്ച് കയ്യും പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. എടാ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ, നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി തരാം, ഏട്ടത്തി പറഞ്ഞു. ആഹാ, മാമ്പഴമൊക്കെ ഇവിടെ കിട്ടുമോ? മോനെ, ഇത് ബാംഗ്ലൂരാണ്. കുറച്ച് കാശ് കൂടുതലാണേലും ഇവിടെ കിട്ടാത്ത സാധനമൊന്നുമില്ല, ഏട്ടത്തി പറഞ്ഞു. ആഹാ, എന്നാ വേഗം ഉണ്ടാക്ക ഏട്ടത്തി. എന്റെ കുടല് കരിയുന്നു. ആ, വെറുതെ അല്ല ഒരു കരിഞ്ഞ മണം അല്ലേ? ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് ഏട്ടത്തി അങ്ങനെ നോക്കുകയായിരുന്നു. ഏട്ടത്തിക്ക് വന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. വീട്ടിലുള്ളപ്പോൾ സാരിയും ചുരിദാറുമായിരുന്നു സ്ഥിര വേഷം ഏട്ടത്തിക്ക്. എന്നാൽ ഇപ്പോഴോ ഇട്ട വേഷം കണ്ട ഞാൻ ശരിക്കും ഞെട്ടിയിരുന്നു. ഒരു സ്ലീവ്ലെസ് മാക്സിയാണ് വേഷം. അതും മുന്നിലും പിന്നിലും എല്ലാം തെളിഞ്ഞു കാണാം. മുടിയാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മൂക്കുത്തിയും ഇട്ടിട്ടുണ്ട്. ഏട്ടത്തി അതിസുന്ദരിയാണേലും ഏട്ടൻ അത്ര പോരായിരുന്നു. അതും ഏട്ടനിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയത് ഞാൻ ഓർത്തു. അല്ല, എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഏട്ടത്തി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഏട്ടത്തി നല്ലോണം മാറിപ്പോയി. അതൊക്കെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേത്. അത് കേട്ട് ഏട്ടത്തി എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. പിന്നെ അവരുടെ വേഷവും ഒന്ന് നോക്കി. ആ, നീ ബാംഗ്ലൂർ ആദ്യമല്ലേ, അതുകൊണ്ടൊക്കെ തോന്നുന്നതാ, ഏട്ടത്തി പറഞ്ഞു. എന്നാലും ഏട്ടത്തിക്ക് ഇത്രയും മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നിനക്ക് ബാംഗ്ലൂർ ചുറ്റി കാണുമ്പോൾ മനസ്സിലാവും മോനെ. അല്ല, നിന്റെ ഏട്ടൻ എന്ത് പറയുന്നു? ഓ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. നാട്ടിൽ വരവ് കുറവാണ്.
ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. എവിടെയാണെന്ന് പറഞ്ഞില്ല, വിളിയും കുറവാണ്. കുട്ടികൾ വല്ലതും ആയോടാ? ഏട്ടത്തി ചോദിച്ചു. ഒരു പുച്ഛത്തോടെയാണ് ഏട്ടത്തി ചോദിച്ചത്. ഇല്ല ഏട്ടത്തി, ഇതുവരെ ഒന്നും ആയില്ല. ഉം അമ്മ എന്തു പറയുന്നു? ഓ, കുഴപ്പമൊന്നുമില്ല. നിന്റെ അമ്മയുടെ സ്വഭാവമാ ഏട്ടനും. ഓ, അന്ന് പറഞ്ഞത് എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. കുറച്ച് ദേഷ്യത്തോടെയാണ് അവരത് പറഞ്ഞത്. എന്ത്? ഞാൻ ചോദിച്ചു. പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ വന്നത് കണ്ട് നിന്റെ അമ്മ എന്താ പറഞ്ഞതെന്നറിയാവോ? എന്താ പറഞ്ഞേ? ഞാൻ കണ്ണിൽ കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുകയാണെന്ന്. അത് കേട്ട് ഞാൻ ആകെ തരിച്ചു നിന്നുപോയി. അന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിന്റെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. പെണ്ണുമ്പിള്ളയുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടേക്കുമല്ലേ അങ്ങേരെ. ഏട്ടത്തി അതൊക്കെ വീട്, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഉം നീ ഒരാളാണ് എനിക്ക് സപ്പോർട്ടായി ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും നിന്റെ തള്ള എന്താ പറഞ്ഞതെന്നറിയോ? എന്താ? നമ്മൾ തമ്മിൽ, ഞാനത് പറഞ്ഞാൽ കുറച്ച് കൂടും. പക്ഷെ നിന്റെ മുന്നിൽ ഒന്നും അങ്ങനെയുള്ള വർത്തമാനമില്ല. എല്ലാം ഞാൻ സഹിച്ചു. അവസാനം പറ്റാതായപ്പോൾ ഇറങ്ങിപ്പോന്നതാടാ മോനെ. അതും പറഞ്ഞ് ഏട്ടത്തിയുടെ കണ്ണ് നിറഞ്ഞു നിന്നു. ഹാ, എന്റെ ഏട്ടത്തി, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അതും പറഞ്ഞ് എന്തിനാ വെറുതെ? ഞാൻ അവരുടെ അടുത്ത് നിന്ന് തോളിൽ കൈവച്ചു പറഞ്ഞു. സുമേഷേ, അന്ന് ഇങ്ങനെ ആരെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നുവെങ്കിൽ. ഏട്ടത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. ഓ, കരച്ചിൽ തുടങ്ങിയോ? കരയില്ലേ ഏട്ടത്തി. ഇങ്ങനെ പഴയ കാര്യം പറഞ്ഞ് കരയാനാണേൽ ഞാൻ വേറെ എവിടെങ്കിലും പോയി താമസിക്കാം. ഓ ഇല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, സോറിടാ മോനെ. ഏട്ടത്തി ഒന്ന് അകന്നു നിന്ന് പറഞ്ഞു. അതെ, എനിക്കുള്ള മാമ്പഴ പുളിശ്ശേരി കരിഞ്ഞ പുളിശ്ശേരി ആവുമോ? ഞാൻ ചോദിച്ചു. ഞാൻ ഏട്ടത്തിയുടെ കണ്ണുനീർ കവിളിൽ നിന്ന് തുളച്ചുകൊണ്ട് പറഞ്ഞു. പോടാ, അതൊക്കെ ആവുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പവും വരുത്തില്ല. എന്നാ വേഗം ആയിക്കോട്ടെ, എനിക്ക് വിശന്നിട്ടാണെങ്കിൽ വയ്യ. കുറച്ചു നേരം കൂടി ഒന്ന് നിക്കടാ ചെറുക്കാ. നിനക്ക് വിശന്നാൽ കണ്ണ് കാണില്ലല്ലേ? അത് പിന്നെ ഏട്ടത്തിക്ക് അറിയില്ലേ എന്റെ വിശപ്പ്. പോയി കുളിച്ചിട്ട് വന്നാ, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാവും. അല്ല, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ചോദിച്ചു. ഓ, നമ്മളൊരു സാധാരണക്കാരി, കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തിക്ക് ജോലിയുടെ കൂടെ മറ്റെന്തെങ്കിലും പഠിക്കാനും കൂടെ പോയിക്കൂടെ? ഓ, അതിന് മനസ്സിന് സന്തോഷം വേണോടാ, എന്നാലേ അതൊക്കെ ശരിയാവും. ഞാൻ വന്നല്ലോ, ഇനിയിപ്പോ എല്ലാം ശരിയാവും. ശരിയാക്കി തരാം ഞാൻ. ഓ ആയിക്കോട്ടെ. അല്ല, നീ നാളെ ജോയിൻ ചെയ്യുന്നുണ്ടോ? പിന്നില്ലാതെ. നിനക്ക് പുറത്തു വല്ലതും നോക്കാമായിരുന്നില്ലേ? ഉവേ, വിദേശികൾ ഒഴിച്ചിലിന് ഇവിടെയാണ് വരുന്നത്, അപ്പോഴാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. അതും ശരിയാ. അല്ല, നീ വൈദ്യം പഠിച്ചതല്ലേ, പിന്നെന്തിനാ ജോലി ഒഴിച്ചിലെടുത്തത്? ഏട്ടത്തി ചോദിച്ചു. മസാജിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. എന്നാൽ വാ, ഭക്ഷണം കഴിക്കാം. ആഹാ, റെഡിയായോ? ആയടാ, ഇപ്പോ ആവും. മോൻ പോയി കുളിച്ചിട്ട് വാടാ. അങ്ങനെ ഞാൻ കുളിക്കാൻ കയറി. ഞാൻ കുളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഓ, എന്തൊരു കുളിയാടാ ഇത്! എത്ര നേരമായി? വന്നിരുന്നേ. വാ കഴിക്കാം. എൻ്റെ അടുത്ത് വന്നിരുന്ന് ചേട്ടത്തി പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു ആഹാരം കഴിച്ചു. ഏട്ടത്തി എന്തായാലും ഏട്ടത്തി അടിമുടി ഒന്ന് മാറി. എങ്കിലും ആ കൈപുണ്യം പോയിട്ടില്ല കേട്ടോ. ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വെച്ചതാടാ, അല്ലേലും ഇവിടെ ഇങ്ങനെങ്ങും ഉണ്ടാക്കാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. 2-3 ദിവസം അങ്ങനെ സുഖമായി പോയി. ഒരു ദിവസം രാത്രി 9 മണിയായിട്ടും എന്നെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് ഏട്ടത്തി എന്റെ റൂമിലേക്ക് വന്നു. നോക്കുമ്പോൾ ഞാൻ മൂടിപ്പതച്ച് കിടക്കുകയാണ്. ഏട്ടത്തി വരുന്നത് കണ്ട് മലർന്ന് ഞാൻ കണ്ണടച്ചു കിടന്നു. അവർ വന്ന് എന്റെ അടുത്ത് കിടക്കയിലിരുന്നു. സുമേഷ്, എണീറ്റേ, വല്ലത് കഴിക്കാൻ നോക്ക്, ഏട്ടത്തി പറഞ്ഞു. എനിക്ക് വേണ്ട ഏട്ടത്തി, വിശപ്പില്ല. നീ എന്താ ആകെ വിയർത്തിരിക്കുന്നേ? ഏട്ടത്തി ചോദിച്ചു. അവരെന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. അയ്യോ, നല്ല പനിയുണ്ടല്ലോടാ. വേഗം എന്റെ നെറ്റിയിലും കവിളിലും കഴുത്തിലും എല്ലാം തൊട്ടു നോക്കി ഏട്ടത്തി. ഓ, ചുട്ടുപൊള്ളുന്നു. പെട്ടെന്ന് ഏട്ടത്തി പോയി ഒരു പാത്രത്തിൽ ഐസ് വാട്ടർ എടുത്തുകൊണ്ട് വന്നു. കൂടെ ഒരു തോർത്തും. നീ ഷർട്ട് ഊരിക്കേ. വേണ്ട ഏട്ടത്തി, ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു. നീ പറഞ്ഞാൽ മതിയോ? ഏട്ടത്തി വേഗം എന്റെ ഷർട്ടിന്റെ 3-4 ബട്ടൺസ് ബലമായി ഊരി. പിന്നെ തോർത്തിൽ വെള്ളം മുക്കി പിഴിഞ്ഞ് എന്റെ നെഞ്ചത്തും നെറ്റിക്കും ഒക്കെ വെച്ചു. ഇനി നീ എഴുന്നേൽക്ക്, വല്ലതും കഴിച്ചിട്ട് ഗുളിക തരാം. ഏട്ടത്തി എന്റെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ അതേ ഗൗരവത്തോടെ അവരുടെ കൂടെ നടന്നു. അവരെന്നെ മേശയുടെ അടുത്തിരുത്തി. കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവർ തന്നെ കോരിത്തന്നു. പിന്നെ പോയി ഗുളിക എടുത്തുകൊണ്ട് വന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കട്ടിലിൽ കിടന്നു. അല്പം കഴിഞ്ഞു കാണും, ഏട്ടത്തി ഒരു വിക്സ് ഡപ്പയുമായി വന്ന് അത് തുറന്ന് എന്റെ നെറ്റിയിലും കഴുത്തിലും വിക്സ് പുരട്ടി.
എനിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നാൻ തുടങ്ങി. തള്ളവിരൽ മുതൽ എന്തോ അരിച്ചു കയറുന്ന പോലെ. ഞാൻ ഏട്ടത്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഏട്ടത്തിക്കും എന്തൊക്കെയോ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. ഏറെ നാളായി ഒറ്റയ്ക്കുള്ള പരിപാടിയല്ലായിരുന്നോ, ഞാൻ മനസ്സിൽ കരുതി. ഞാൻ പതുക്കെ എന്റെ കൈയെടുത്ത് ഏട്ടത്തിയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഏട്ടത്തി എന്തോ പ്രതീക്ഷിച്ച പോലെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഏട്ടത്തിയുടെ കണ്ണിൽ വേറെ എന്തോ ഭാവം ഞാൻ കണ്ടു. പനിയുടെ കാര്യമെല്ലാം ഞാൻ മറന്നു. ഇനി അവിടെ എന്താണ് നടക്കുകയെന്ന് രണ്ടാൾക്കും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സ്വർഗരാജ്യത്ത് പറക്കാൻ ആരംഭിച്ചു.